മരിക്കുമ്പോൾ ഞാനുണ്ട്. മരിക്കുന്നതിന് 10 ദിവസം മുമ്പ്. അത് 1970 ജനുവരി 11-ാം തീയതി. അന്ന് ഇവിടെ എറണാകുളത്ത് വെച്ച് ഓൾ ഇന്ത്യ ബിഷപ്സ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിതാവായിരുന്നു എൻ്റെ ഹോസ്റ്റ്. അങ്ങനെ ആ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ നടത്തിപ്പിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടിൽ കാരണം പിതാവിനിടയ്ക്ക് പനി വന്നു. പനി വന്നു കഴിഞ്ഞപ്പോൾ ലൂർദ് ആശുപത്രിയിലെ ഡോക്ടർ ഈപ്പനെ വരുത്തി. ഡോക്ടർ ഈപ്പനാണെന്ന് അവിടുത്തെ പ്രധാന ഫിസീഷ്യൻ. ഈപ്പനെ വരുത്തി ഈപ്പനോട് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് ഇവിടെ ഓൾ ഇന്ത്യ ബിഷപ്സ് കോൺഫറൻസ് നടക്കുകയാണ്, ഞാനാണ് ഇതിൻ്റെ ചുമതലക്കാരൻ, അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ എന്നെ സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് കാലത്തൊരു 9-9:30 മണി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അപ്പം തന്നെ ഒരു ലൂർദിൽ നിന്നൊക്കെ ഉള്ള അച്ഛന്മാരൊക്കെ ഡോക്ടർമാരൊക്കെ എത്തി. അവർ പല ശ്രമങ്ങളൊക്കെ നടത്തി. അവിടുത്തെ ബെൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ബ്രദർ ജോസഫ് ഫറക്കൽ എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു അമ്മായിയുടെ മകനും കൂടിയായിരുന്നു. അദ്ദേഹം ഉടനെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ വിവരം അറിയിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഉച്ചയോടുകൂടി അവിടെ എത്തി. അതുമുതൽ പിന്നെ ഞാൻ പിതാവ് മരിക്കുന്നവരും പിതാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുറ്റം നിറയെ ആളായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ എംബാം ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ട് രാത്രി 9:30 മണിക്കാണ് മരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 12 മണിക്ക് ശേഷമാണ് ചാത്തിയാത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പിതാവ് ആകെ ഒരു പള്ളിയിൽ അസീന്തിയായിട്ട് ഇരുന്നിട്ടുള്ളത്, വികാരിയായിട്ടില്ല. പിന്നെ എല്ലാം അരമനയിലായിരുന്നു. ആ ചാത്തിയാത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് കുറച്ച് സമയം കിടത്തി. അവിടെ ഞാനൊരു വെളുപ്പിന് 4 മണി വരെയും അവിടെ കിടത്തി. ആ സമയത്ത് അവിടെ ഒരുപാട് പേര് ക്യൂ വെക്കിയിരുന്നു. 4 മണിക്കോ 5 മണിക്കോ വെളുപ്പിന് ഇവിടെ നടുവിലെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് പിന്നെ അതിനുള്ളിൽ ഇവിടെ സെൻറ്റ് ആൾസ് ഗ്രൗണ്ടിലൊക്കെ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരത്തോടുകൂടി നടുവിലെ പള്ളിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് മാറ്റി. പിതാവ് മരിച്ചതിനൊക്കെ ശേഷമാണ് പിതാവിൻ്റെ ഓർമ്മക്കായിട്ട് പിതാവ് ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ചെറിയൊരു റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ച് എനിക്ക് ഒരു കൊന്ത, പിതാവ് ഉപയോഗിച്ചിരുന്ന ചെറിയ പ്രാർത്ഥന പുസ്തകം, പിന്നെ വേറെന്താണ് ഒരു കുരിശി, ഇത്ര സാധനങ്ങൾ എനിക്ക് തരികയുണ്ടായി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പലരായിട്ടത് ഓരോരുത്തർ തിരിച്ചെടുപ്പ് പോലെ കൊണ്ടുപോയി ചെയ്തത്. അത് കൊത്തിപ്പറുകിയത് ആള്. എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ. അവസാനം വന്നപ്പോൾ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ഓരോരുത്തർ കൊണ്ടുപോയി കഴിഞ്ഞത്. പിതാവ് മരിക്കുമ്പോഴും ഒരു വിശുദ്ധനാകുന്നുള്ള പ്രതീക്ഷ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പിതാവ് മരിച്ചു കഴിഞ്ഞ ഉടനെ അന്ന് ജനുവരി മാസത്തിലാണ് മരിക്കുന്നത്. ജനുവരി 21-ാം തീയതിയാണ് മരിക്കുന്നത്. 11-ാം തീയതി മുതൽ സുഖമില്ലാതെ വീണ് 21-ാം തീയതി രാത്രി 9:30 മണിക്ക് മരിക്കുകയാണത്. അത് ജനുവരി മാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമയമുള്ള നല്ല വേനൽക്കാലമാണ്. പക്ഷേ പിതാവ് മരിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ഇടിവെട്ടും മഴയുണ്ടായി. പ്രതീക്ഷിക്കാത്തൊരു ഇടിവെട്ടും മഴയും കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷമാണ് അവിടെ നിന്ന് ചാത്തിയാത്തേക്ക് കൊണ്ടുപോയത്. ഒരു ജീവിച്ചിരിക്കുന്ന വിശുദ്ധൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇപ്പോഴും പിതാവിനെ കാണുമ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരനുഭവം ഞാൻ പറയാം. ഒരിക്കൽ ഞാനും എൻ്റെ അമ്മയും കൂടി പിതാവിനെ കാണാൻ വേണ്ടി പോയതാണ്. പോകുന്ന വഴിക്ക് നടുവലപ്പള്ളിയിലേക്ക് കയറി. നടുവലപ്പള്ളിയിലേക്ക് കയറി ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ഒരു സിറിയൻ കാർമേറ്റ് ഫാദറാണ്. ഇവിടെ കരിക്കാമുറിയിലുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം ഇവിടെ അരമനയിലെ കുമ്പസാരക്കാരനും കൂടിയായിരുന്നു. ആ നിലയ്ക്ക് ഞാൻ അച്ഛനുമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ വരുമ്പോഴൊക്കെ. അങ്ങനെ ആ അച്ഛനെ കണ്ടു പരിചയമുണ്ട്. ആ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനെ കണ്ട് ഞാൻ തുതിയൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ അച്ഛൻ എന്നെ കണ്ട് പരിചയമുണ്ട്, അമ്മയെ കണ്ടിട്ടില്ല. ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ പുണ്യാളൻ്റെ പെങ്ങളാണല്ലോ.